ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. വർഷയുടെ അമ്മയും അച്ഛനും വീട്ടിലെത്തിയിട്ട് പ്രശ്നമാക്കുകയാണ്. അപ്പോൾ വർഷയുടെ അമ്മ പറയാണ്, അവളിങ്ങ് വരട്ടെ, അവൾക്ക് വേണ്ടത് കൊടുക്കുന്നുണ്ട് ഞാൻ. മൈമേ, നീ ഒന്നും മിണ്ടാതിരിക്ക്, നിനക്ക് അറിയാവുന്നതാണല്ലോ അവളുടെ സ്വഭാവം. കയർത്ത് പറഞ്ഞാൽ അവൾക്ക് വാശി കൂടുകയുള്ളൂ. പിന്നെ അവനെ കാണരുത് എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും. നമ്മൾ പറയുന്നതിന് നേരെ വിപരീതല്ലേ അവളുടെ സ്വഭാവം. അപ്പം മഹിമ പറയാണ്, എന്ന് കരുതി എല്ലാം കണ്ടില്ലെന്ന് നടിക്കണോ? എങ്ങനെ പറയണം, ആരോട് പറയണം എന്നൊക്കെ എനിക്കറിയാം, നീ മിണ്ടാതിരിക്ക്. എന്നെ കാണിക്കുന്നത് ഇവരുടെ യൂണിയൻ ഓഫീസാണ്. സെക്രട്ടറി ഉണ്ടോ അകത്ത്? ആ ഉണ്ട്. ആ രവിയേട്ടാ, അനുകൂലമായ വിധി വന്നല്ലോ. ചെലവ് ചെയ്യണം. ആ ചെയ്യാം, കാശൊന്ന് കയ്യിൽ വന്നോട്ടെ. ആ ശരി ശരി. പിന്നെ രവി സാറിൻ്റെ ഫോണിലൊരു കോൾ വരികയാണ്. ആ എന്താ രവി ഫോൺ എടുക്കാതെ? അത് ആ മധുസൂദൻ നായരാ. അയാളെന്തിനാ നിന്നെ വിളിക്കുന്നേ? അറിയില്ല. ആ നീ ഫോൺ എടുക്ക്. ഫോണ് കോള് കൂടെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് അയാൾ പറയാണ്, ഹലോ രവീന്ദ്രൻ, എനിക്ക് തന്നെ ഒന്ന് കാണണമായിരുന്നു. എന്തിനെന്നെ കാണണം? മേലാൽ എൻ്റെ വീട്ടിൽ വരരുത്, എന്നെ മുന്നിൽ കണ്ടുപോകരുത് എന്ന് പറഞ്ഞതാണല്ലോ അന്ന്. ഇപ്പം ഇങ്ങനെ പറയാൻ എന്താ കാരണം? എനിക്ക് തന്നോട് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. താൻ എൻ്റെ വീട്ടിലേക്കൊന്ന് വാ. എൻ്റെ പെൻഷൻ കാശ് തടഞ്ഞു വെക്കരുത്, അതൊന്ന് പാസ്സാക്കി തരണം എന്ന് പറഞ്ഞ് പലതവണ തൻ്റെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. അന്നൊക്കെ നിങ്ങൾ എന്നെ ആട്ടിയിറക്കി, ഒരു മനുഷ്യൻ്റെ പരിഗണന പോലും നിങ്ങൾ എനിക്ക് തന്നില്ല. ഇപ്പം ഞാനെന്തിനാ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നേ? കോടതി വിധി വന്നു, നിങ്ങൾ തോറ്റു, റിട്ടയർമെൻറ്റിൻ്റെ കാശിനായിട്ട് ഞാനിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെനിക്ക് കാണേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അയാൾ പറയാണ്, വിജയത്തെക്കുറിച്ചോ പെൻഷൻ കാശിൻ്റെ കാര്യത്തെക്കുറിച്ചോ ഒന്നുമല്ല സംസാരിക്കാനുള്ളത്. തന്നോട് എൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞത് വേറൊരു കാര്യം സംസാരിക്കാനാ. താൻ എൻ്റെ വീട്ടിലേക്ക് വാ. അപ്പോൾ അയാൾ പറയാണ്, നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വാ. ഞാനെന്തിനാ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നേ? രവി ചോദിക്കുക. ഞാനിപ്പം യൂണിയൻ ഓഫീസിലുണ്ട്, വേണമെങ്കിൽ ഇവിടെ വന്ന് കാണാം, നമുക്ക് സംസാരിക്കാം. ഞാൻ അവിടേക്ക് വരില്ല. എന്നാൽ വേറൊരു സ്ഥലം പറ, ഞാൻ അങ്ങോട്ട് വരാം. ഏതായാലും അതിപ്പോൾ നടക്കില്ല, എനിക്കിപ്പോൾ ഇവിടെ കുറച്ച് ആവശ്യമുണ്ട്. എവിടെ വെച്ച് എപ്പോൾ കാണണമെന്ന് ഞാൻ പിന്നീട് പറയാം. അവിടെ വെച്ച് എന്നെ കണ്ടാൽ മതി. ശരിയെന്നാ, ഓക്കെ. എന്താ അയാൾ പറഞ്ഞത്? എന്നെ കാണണമെന്ന്, എന്തോ സംസാരിക്കാനുണ്ടെന്ന്. എന്ത് സംസാരിക്കാനാ? എന്തോ കാര്യമുണ്ട്, അതാ കാണണമെന്ന് പറഞ്ഞത്. താഴ്മയോടുകൂടിയാണ് സംസാരിച്ചത്, പണ്ടത്തെ പോലെയൊന്നുമല്ല. നോക്കാം, അയാളുടെ ആവശ്യമല്ലേ, പുറകെ വരട്ടെ. അപ്പോൾ മഹിമ വന്നിട്ട് അയാളോട് പറയാണ്, എന്തൊരു അഹങ്കാരം അയാൾക്ക്. അയാൾ പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ അയാളെ വിളിക്കേണ്ടിയിരുന്നില്ല. വേറെ എന്താ ചെയ്യേണ്ടത്? നിൻ്റെ മോള് കാരണം അയാളോട് എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നു. ഇപ്പം എൻ്റെ മോള്, മുമ്പ് അങ്ങനെയായിരുന്നില്ലല്ലോ. നിങ്ങൾ അവൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് നടു റോട്ടിൽ. ഹോ, ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ. പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? എന്ത് വൃത്തികേട് അവൾ കാണിച്ചത്. ഇങ്ങ് വരട്ടെ അവൾ. അപ്പോൾ അവർ പറയാണ്, അവളോടൊന്നും ചോദിക്കണ്ട, അറിഞ്ഞ ഭാവം നടിക്കണ്ട, ചോദിച്ച് കൂടുതൽ പ്രശ്നം വഷളാക്കണ്ട. രവീന്ദ്രനുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കും. ആ പയ്യൻ ഇനി മേലാൽ വർഷയെ കാണരുത്. നീ ഇതിൽ ഇടപെടണ്ട, എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കൊള്ളാം. രേവതി പുറത്ത് പോയിട്ട് നല്ല മീനൊക്കെ വാങ്ങിച്ചിട്ട് വരികയാണ്. അപ്പോൾ അപ്പുറമുള്ള ആൾക്കാർ ചോദിക്കുകയാണ്, രേവതി, എന്താ ചേച്ചി, ഇന്ന് നിൻ്റെ കെട്ടിയവൻ വരുന്നുണ്ടല്ലേ? അത് നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി? അല്ല, നീ ഇത്രയും വലിയ മീൻ വാങ്ങിച്ചിട്ട് പോയപ്പോൾ ഊഹിക്കാലോ. അല്ല, ഇത് ആടി മാസമല്ലേ, നിൻ്റെ കെട്ടിയവൻ എങ്ങനെ വീട്ടിൽ വരും? അവളപ്പോൾ പറയാണ്, കാറിൽ വരും. അവർ രണ്ടുപേരും എന്നിട്ട് പരസ്പരം ചിരിച്ച് കളിയാക്കുകയാണ്. എന്നിട്ട് പറയാണ്, സച്ചിക്ക് ഒരു ദിവസം പോലും നിന്നെ വിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. മിക്കവാറും ഇവള് അടുത്ത ആടി മാസത്തിൽ പ്രസവിക്കും. അടുത്ത ആടിക്കോ മേടത്തിലോ എപ്പോൾ വേണമെങ്കിലും ഞാൻ പ്രസവിക്കും. നിങ്ങൾക്കെന്താ? രണ്ടുപേരും കളിയാക്കി ചിരിക്കുകയാണ്. അപ്പോൾ രേവതി പറയാണ്, കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് ഞാൻ വിളിക്കും, അപ്പോൾ വന്നേക്കണം കേട്ടോ. ഞാൻ പോട്ടെ, സച്ചേട്ടൻ ഇപ്പോൾ വരും. അവൾ പോയി കഴിഞ്ഞപ്പോൾ അവർ പറയാണ്, അവളുടെ സന്തോഷം കണ്ടില്ലേ? ഓ സത്യം. അപ്പോൾ അവളുടെ വീട്ടിലിവിടെ അവളെങ്ങനെയാണ് പോയത്, എന്തിനാണ് പോയതെന്ന് അറിയാത്ത വിഷമിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവളുടെ സഹോദരൻ പറയാണ്, എവിടേക്കാണ് പോകുന്നതെന്ന് ചേച്ചി പറഞ്ഞില്ലേ? അപ്പോൾ അമ്മ പറയാണ്, ഇല്ലടാ, സച്ചി വിളിച്ചത് കണ്ടിന്, അപ്പം തന്നെ അവൾ പോവുകയും ചെയ്തിന്. ഇത് എവിടെ പോയതാ? ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോഴേക്കും രേവതി മീനും കൈ പിടിച്ചിട്ട് വരികയാണ്, കവറിലൊന്നും ഇടാതെ തന്നെ തൂക്കി പിടിച്ചിട്ട് വരികയാണ്. അപ്പോൾ അവൻ കണ്ട ഉടനെ വിളിച്ചു, അമ്മേ, ചേച്ചി മാർക്കറ്റിൽ പോയതാ, ദാ വരുന്നു. അമ്മ വേഗം അവളുടെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് ചോദിക്കുകയാണ്, സച്ചി ഇവിടേക്ക് വരുന്നുണ്ടോ? വരുന്നുണ്ട്, ഇപ്പം എത്തും. പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കണം. എടി, എന്താ നീ പറയുന്നേ? അവനെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വരുന്നത്?
ഭക്ഷണം കഴിക്കാൻ അമ്മേ. ഞാൻ വീട്ടിലില്ലെന്നുള്ള കാര്യം ഓർമ്മിക്കാതെ ഭക്ഷണം കഴിക്കാനായിട്ട് ചെന്നു. അപ്പോഴാ മനസ്സിലായത് അമ്മ അവിടെ ഭക്ഷണമൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലാന്ന്. ഇവിടെ ഭക്ഷണം ഉണ്ടോയെന്ന് എന്നെ വിളിച്ച് ചോദിച്ചു. ഞാനിങ്ങോട്ട് വരാൻ പറഞ്ഞു. ഓ, ഞാനിങ്ങോട്ട് വരാൻ പറഞ്ഞു. നിനക്ക് ബോധമില്ലേ രേവതി? നല്ല ബോധമുണ്ട്. എന്താ കണ്ടിട്ട് തോന്നുന്നില്ലേ? ഇനി തെളിവിനായിട്ട് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വല്ലതും ഹാജരാക്കണോ? രേവതി, ഇത് ആടിമാസമല്ലേ? ആടിമാസത്തിൽ സച്ചിയേട്ടൻ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ എന്താ? അതെ, നീ അവനെ വിളിച്ച് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ. അമ്മേ, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെയാവുമോ? പാവം, നല്ല വിശപ്പ് കാണും. ഞാനിത് പെട്ടെന്നൊന്ന് കറിയാക്കട്ടെ. വീണ്ടും അവളുടെ അമ്മ പിന്നാലെ പായാണ്. അതായത് എന്നിട്ട് പറയാണ്, ഏയ് രേവതി, രേവതി എനിക്ക് പേടിയാവുക. അപ്പം രേവതി പറയാണ്, എന്തിനാ അമ്മ പേടിക്കുന്നേ? ദേവും പറയാണ്, അമ്മേ ഇപ്പം സച്ചിയേട്ടൻ വന്ന എന്താ? നീ ഒന്ന് ചുമ്മാതിരിക്കടി, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. രേവതി, ആടിമാസം നീയും സച്ചിയും പിരിഞ്ഞിരിക്കണം. അതിനാണല്ലോ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. പിരിഞ്ഞിരിക്കുകയാണല്ലോ, പക്ഷേ അതിനിടയിൽ കണ്ടുകൂടാ, സംസാരിച്ചുകൂടാ, ഭക്ഷണം കൊടുത്തുകൂടാ എന്നൊക്കെയുണ്ടോ? അവനിവിടെ വന്ന വലിയ വിഷയാവും മോളെ. എന്ത് വിഷയം? അദ്ദേഹത്തിന് ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ ഭൂമി കീഴ്മേൽ മറിയുമോ? അവൻ വരട്ടെ, പക്ഷേ നമുക്ക് ഇവിടെ കയറ്റണ്ട. ആ, കൃഷ്ണ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാൻ പറയാം, അത് അടുത്താണല്ലോ. ദേ, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ, രേവതി പറയാം. സച്ചിയേട്ടൻ വീട്ടിൽ വരുന്നു എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നയാളാ. ഇപ്പം എന്ത് പറ്റി? അത് പിന്നെ മോളെ, അവൻ ഇങ്ങോട്ട് വരുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് പറയുന്നത്. അമ്മേ, വിശന്ന് ഭക്ഷണമുണ്ടോ എന്ന് ചോദിക്കുന്നയാളോട് ഇവിടേക്ക് വരണ്ട, എവിടെയെങ്കിലും പോയി കഴിക്ക് എന്നാണോ പറയേണ്ടത്? സച്ചിയേട്ടൻ ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഞാനും ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ അവിടെ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോളാം. ആരെന്ത് പറഞ്ഞാലും ഞാൻ അദ്ദേഹത്തെ പട്ടിണിക്കിടില്ല. വീണ്ടും അമ്മ അവളുടെ പിന്നാലെ പോവാണ്. എന്നിട്ട് പറയാണ്, രേവതി നിൽക്ക്, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. വീട് സച്ചിയേട്ടൻ ഇങ്ങോട്ട് വരരുതല്ലോ, ഞാൻ അങ്ങോട്ട് പോകാം. മോളെ, സന്തോഷത്തോടെ ഞാൻ അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറില്ലേ അവനിവിടെ വന്നാൽ? ആടിമാസമായതുകൊണ്ടല്ലേ പറഞ്ഞത്. സച്ചി ഇവിടെ വന്നു എന്ന് അവൻ്റെ അമ്മയെങ്ങാനും അറിഞ്ഞാൽ അയ്യോ, അവർ നമ്മെ കുറ്റപ്പെടുത്തും. ചന്ദ്രമതിയുടെ വഴക്ക് നമ്മൾ കേൾക്കേണ്ടി വരും. ദേവ് പറയാ, പിന്നെ വഴക്ക് പറയുന്നതേ അവർക്ക് ഓർമ്മ കാണൂ. അവർക്ക് മാത്രമേ വായുള്ളൂ, നമുക്കില്ലേ? എടി, നീ ഒന്നും മിണ്ടാതിരിക്കടി. മോളെ, നമ്മൾ അവനെ ഇവിടെ വിളിച്ചു വരുത്തിയെന്ന് ചന്ദ്രമതി പറയും. അവരറിയില്ല. എങ്ങനെ അറിയാനാ? ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ സച്ചേട്ടൻ അങ്ങ് പോകത്തില്ലേ? അദ്ദേഹം ഇവിടെ താമസിക്കാനല്ല വരുന്നേ മോളെ. അത് അപ്പോൾ അവളുടെ സഹോദരൻ പറയാണ്, സച്ചേട്ടൻ വരട്ടെ അമ്മേ, അമ്മ ഇങ്ങനെ പേടിച്ചു നിന്നാലോ? പേടിക്കണം, അവൻ്റെ അമ്മ അറിയും, അവർ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. വീണ്ടും അമ്മ അത് തന്നെ പറയാ, നിങ്ങളോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ പോവാ. ആ നിൽക്കടി, സച്ചി ഇവിടെ വന്നാൽ പ്രശ്നം ഉണ്ടാക്കുന്നത് പോലെ തന്നെ നീ അവിടേക്ക് പോയാലും അവൻ്റെ അമ്മ പ്രശ്നം ഉണ്ടാക്കും. മണ്ടത്തരം കാണിക്കല്ലേ മോളെ. ഇപ്പം എന്താ വേണ്ടത്? ഞാൻ സച്ചേട്ടനെ പട്ടിണി കിടണോ? ശരി, സച്ചേട്ടൻ പട്ടിണി കിടക്കട്ടെ, ഞാനും കിടക്കാം, എനിക്കും ഒന്നും വേണ്ട. നിങ്ങൾ കഴിക്ക്, ഇങ്ങോട്ട് വരണ്ട എന്ന് സച്ചേട്ടനെ വിളിച്ച് ഞാൻ പറയാം. ആ, ഇത് വെച്ചുണ്ടാക്കി നിങ്ങൾ വയറ് നിറയെ കഴിക്ക്. ആ രേവതി, പേടി കൊണ്ടാടി മോളെ ഞാനിങ്ങനെയൊക്കെ പറയുന്നത്. ദേവു പറയാണ്, പേടിക്കാനൊന്നുമില്ല അമ്മേ, സച്ചേട്ടൻ വരട്ടെ. അപ്പം രേവതി പറയാണ്, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് അത് പറ. ആ, അവൻ വന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് പോവുമല്ലോ അല്ലേ? പെട്ടെന്ന് പോവുമെന്ന് പറയാൻ പറ്റുമോ അമ്മേ? അല്ല, പോവുമായിരിക്കും അല്ലേ? പോവും. ഈ അമ്മയുടെ ഒരു കാര്യം. അയ്യോ, സച്ചേട്ടൻ ഇപ്പം ഇങ്ങെത്തും, ഞാൻ പെട്ടെന്ന് കറി ഉണ്ടാക്കട്ടെ. അതെ, ഞാൻ കറി ഉണ്ടാക്കാം. അപ്പോൾ രേവതി പറയാണ്, അതെ, അതെന്താ അങ്ങനെ? ആടിമാസത്തിൽ എനിക്ക് കറി ഉണ്ടാക്കാനും പാടില്ലേ? എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം, നിങ്ങൾ രണ്ടുപേരും വേണമെങ്കിൽ സഹായിച്ചോ. രേവതി പിന്നെ ഒന്നുമില്ലാത്ത ഇതിൽ സന്തോഷത്തോടെ ചെയ്യാണ്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയെയാണ്. ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ പോയിട്ടാണുള്ളത്. എന്നിട്ട് ശ്രുതി ചിന്തിക്കുകയാണ്, ഞാനിപ്പം എൻ്റെ ജോലി പോയി എന്നുള്ള കാര്യം ശ്രുതിയോട് എങ്ങനെ പറയും? അവിടുത്തെ സ്റ്റാഫ് പറയാണ്, നമസ്കാരം സാർ, ചെന്ന് ശ്രുതിയോട് ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറയുമോ? ശ്രുതി മാഡം ഇവിടെ ഇല്ല സാർ. ഇവിടെ ഇല്ലേ? പിന്നെ എവിടെ പോയതാ? അറിയില്ല, ഇന്ന് വന്നിട്ടില്ല. വന്നിട്ടില്ലേ? പാർലറിൽ പോകുന്നു എന്ന് പറഞ്ഞാണല്ലോ രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ഇവിടെ വരാതെ അവൾ പിന്നെ എവിടെ പോയി? ശ്രുതി പിന്നെ ഫോണെടുത്ത് വിളിക്കുകയാണ് അവളെ. ശ്രുതി അടുക്കളയിൽ നിന്ന് രാത്രിയത്തെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അമ്മയ്ക്കും അവളുടെ മകനും വേണ്ടിയിട്ട്. അപ്പോൾ ഫോൺ ശബ്ദിക്കുന്നത് കേട്ടിട്ട് എടുക്കാൻ വേണ്ടി വരികയാണ്.
ആ സുധിയാണല്ലോ. അപ്പോഴാണ് മോൻ വന്നിട്ട് വിളിക്കുന്നത്. ആൻറ്റി. ആദി അമ്മൂമ്മയുടെ അടുത്തിരിക്ക്, ആൻറ്റി ഇപ്പോൾ വരാം. ആ ഹലോ സുധി പറയ്. ശ്രുതി, നീ ഇപ്പോൾ എവിടെയാ ഉള്ളത്? ഞാൻ പാർലറിലുണ്ട്. അപ്പോൾ നിന്റെ സ്റ്റാഫ് കള്ളം പറഞ്ഞാണോ? കള്ളം പറഞ്ഞെന്നോ? ആ, ഞാൻ നമ്മളെ പാർലറിലാണ് ഉള്ളത്. നീ ഇന്നിവിടെ വന്നിട്ടേ ഇല്ലാന്നാണല്ലോ സ്റ്റാഫ് പറഞ്ഞത്. നീ പറയുന്നു നീ പാർലറിലുണ്ടെന്ന്. അകത്ത് ജോലിയിലാണോ? ഇല്ല സുധി, ഞാൻ അവിടെ ഇല്ല. നമ്മുടെ പാർലറിലല്ല ഉള്ളത്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പാർലറിലാണ്. ഇന്നവൾക്ക് 3 ബ്രൈഡൽ വർക്കുണ്ട്. ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്നെ വിളിച്ചതാ. ആ അത് ശരി, ചുമ്മാ സഹായിക്കാൻ പോയതാണോ? പേയ്മെൻറ്റ് കിട്ടില്ലേ? അതും വാങ്ങിക്കും. അല്ല സുധി എന്താ ഈ സമയത്ത് പാർലറിൽ വന്നേ? ജോലി കഴിഞ്ഞോ? അത് എന്നേക്കുമായിട്ട് കഴിഞ്ഞു. ഏ എന്ന് പറഞ്ഞ് ശ്രുതി ഞെട്ടുകയാണ്. എന്താ ശ്രുതി പറഞ്ഞേ? ആ അല്ല, അത് ഇന്നത്തേക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞതാ. ഇന്നൊരൽപ്പം നേരത്തെ ഫ്രീ ആയി. ആ ശരി ശരി. ശ്രുതി വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്ക്, ഞാൻ വരാനേ വൈകുന്നേരമാവും. ശരി ശ്രുതി, പെട്ടെന്ന് വരാൻ നോക്ക്. ആ അവൾ വീട്ടിൽ വരട്ടെ, ജോലി പോയ കാര്യം അപ്പം പറയാം. അങ്ങനെ സച്ചി രേവതിയുടെ വീട്ടിലേക്ക് വരികയാണ്. സച്ചി വണ്ടി നിർത്തിയിട്ട് ഇറങ്ങുമ്പോൾ തന്നെ നല്ല മീൻകറിയുടെ സ്മെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ സച്ചി പറയാണ്, ആഹാ നല്ല മീൻകറി. അപ്പോൾ അവൻ അതും പറഞ്ഞ് രേവതിയെ വിളിക്കുകയാണ്. രേവതി. ആ സച്ചേട്ടാ വാ. ആ സച്ചേട്ടാ ഇരിക്ക്. അമ്മേ, മോനെ ഇരിക്ക് മോനെ. രേവതി മീൻകറി വെച്ചിട്ടുണ്ടല്ലേ? മീൻകറിയുടെ മണം പുറത്തെത്തുന്നുണ്ട്. അച്ചമ്മ മീൻകറി ഉണ്ടാക്കുമ്പോഴും ഇതേ മണം, അതായത് പുറത്ത് എല്ലായിടത്തും പരക്കും. അച്ചമ്മ മീൻകറി ഉണ്ടാക്കുന്ന സമയത്തും അയൽവക്കത്തുള്ളവരൊക്കെ വായിൽ വെള്ളം വരും, മീൻകറീൻ്റെ സ്മെല്ല് ചെയ്തിട്ട്. മീൻകറി മാത്രമല്ല, മീൻ കൊണ്ടുള്ള പല ഐറ്റംസും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ച പോലെയല്ല, രേവതി വളരെ ലാബിഷല്ലേ. സച്ചേട്ടൻ വരുന്നത് കൊണ്ട് ഉണ്ടാക്കിയതാ. അയ്യോ അതൊന്നും വേണ്ടായിരുന്നു. ബുദ്ധിമുട്ടായോ രേവതി? അയ്യോ എന്താ ബുദ്ധിമുട്ട്? നിങ്ങൾ വന്നല്ലോ, സന്തോഷമായി എനിക്ക്. അപ്പോൾ അവളുടെ സഹോദരൻ വന്നിട്ട് പറയാണ്, ആ സച്ചേട്ടാ. ദേവു, സച്ചേട്ടന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ആ കുടിക്കാൻ എടുക്കാം. കുടിക്കാനൊന്നും വേണ്ട, കഴിക്കാനെടുക്ക്. നല്ല വിശപ്പ്, ഭക്ഷണം എടുത്ത് വെക്ക്. ആ വാ അമ്മേ. അങ്ങനെ രേവതി ഭക്ഷണം കൊണ്ടുവച്ചു. ടേബിളിൽ ഭയങ്കര നല്ല ഒരു 1 നേരം ഫുഡ് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ മീനെ കൊണ്ട് പൊരിച്ചതും കരിച്ചതും കറി വെച്ചതും ഒക്കെ കൊണ്ടുവച്ച് നല്ല അടിപൊളിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ ശരത്തേ നീ ഇരിക്കടാ. അയ്യോ ഞാൻ വയ്യ കഴിച്ചോളാം. അപ്പോൾ വീണ്ടും പറയാണ്, ശരത്തേ നീ ഇരിക്കേ. അമ്മേ എല്ലാവരും ഇരിക്കേ. അപ്പോൾ ദേവു പറയാണ്, നമ്മൾ പിന്നെ കഴിച്ചോളാം ഏട്ടാ. അതൊന്നും പറ്റില്ല, എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കാം. എല്ലാവരും ഇരിക്കേ. ഇങ്ങനെയുള്ള അവസരമൊന്നും എനിക്ക് കിട്ടാറില്ലല്ലോ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഒറ്റയ്ക്കിരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ചില ദിവസങ്ങളിൽ എൻ്റെ അച്ഛൻ എനിക്ക് വിളമ്പിത്തരും. മിക്ക ദിവസങ്ങളിലും ഞാൻ തന്നെ എടുത്ത് കഴിക്കാറാണ് പതിവ്. നിങ്ങൾ ഇരിക്കടാ. ഇരിക്ക് ദേവു. എല്ലാവരെയും ഇരുത്തണവൻ. ഇരിക്കമ്മേ. അവൻ തന്നെ രേവതിയുടെ കയ്യിൽ നിന്ന് ചോറിൻ്റെ പാത്രം വാങ്ങിച്ചിട്ട് ദേവുവിനൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, വീട്ടിൽ അമ്മ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ലേ? ഇല്ല രേവതി, ഞാൻ ചെന്നപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് കമിഴ്ത്തി വെച്ചിരിക്കുക. അമ്മ നല്ല ഉറക്കത്തിലും. അപ്പോൾ അച്ഛൻ ഭക്ഷണം കഴിച്ചില്ലേ? ഞാൻ അച്ഛനെ വിളിച്ചിരുന്നു. അച്ഛൻ യൂണിയൻ ഓഫീസിൽ നിന്ന് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ദേവു ചോദിക്കാണ്, അപ്പോൾ ശ്രുതി ഭക്ഷണമൊന്നും ഉണ്ടാക്കില്ലേ? ആര്? ഓർഡർ ഏട്ടത്തിയോ? അത് ഭക്ഷണം ഉണ്ടാക്കാൻ പോയിട്ട് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും അവൾക്കറിയില്ല. അവൾ ജ്യൂസാണ് കഴിക്കാറ്. അല്ല ചേച്ചിയൊന്നും പറഞ്ഞില്ലേ? രേവതി പറയാണ്, കഴിക്ക്. അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായി. അമ്മ ഓരോന്നും ആലോചിച്ചിട്ട് അവിടെ നിൽപ്പാണ്. ഭക്ഷണം ഒരു ഉരുള വായിലിട്ടപ്പോൾ തന്നെ സച്ചി നല്ലോണം ആസ്വദിച്ചിട്ട് രേവതിയെ നോക്കുകയാണ്. രേവതി ആണെങ്കിലോ അമ്മയെ നോക്കുകയാണ്. അമ്മ ഒരു വല്ലാത്ത രീതിയിൽ നിൽക്കുകയാണ് അവിടെ. രേവതി പറയാണ്, നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി കറി ഉണ്ടാക്കാമായിരുന്നു. ഇതുപോലെ ഇത് തന്നെ അധികം. എന്താ രുചി! മീൻ കറിയുടെ മണം അടിച്ചാൽ തന്നെ വിശപ്പ് മാറും. സൂപ്പർ രേവതി, സൂപ്പർ. ഇതാ കുറച്ചുകൂടി കഴിക്ക്. ചേച്ചി മാർക്കറ്റിൽ പോയി ഫ്രഷ് മീൻ വാങ്ങിച്ചു കൊണ്ടുവന്നതാ സച്ചേട്ടന് വേണ്ടി. മതി. നീ അവർക്കും വിളമ്പ്. നേരത്തെ കഴിക്കടാ. കഴിക്കേ. അപ്പോഴാണ് അമ്മ പറയുന്നത്, സച്ചി വേഗം കഴിക്ക്, സമയം പോകുന്നു. സമയം പോകാനോ? അപ്പോൾ രേവതി ശബ്ദം താഴ്ത്തി പറയാണ്, അമ്മേ അല്ല സമയം വൈകിയില്ലേ, നല്ല വിശപ്പില്ലേ, വേഗം കഴിക്കുമെന്ന് പറഞ്ഞതാ. നല്ല വിശപ്പുണ്ട്, കഴിക്കുക അമ്മേ. അപ്പോൾ രേവതി മെല്ലെ പറയാണ്, മിണ്ടാതിരിക്ക്. സൂപ്പർ രേവതി, വേറെ ലെവലാ.
വീട്ടിൽ അമ്മ ഭക്ഷണം ഉണ്ടാക്കാത്തത് നന്നായി. എല്ലാ ദിവസവും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാമെന്നാണ് തോന്നുന്നത്. എന്താ പറഞ്ഞത്? ദിവസം വരുന്നോ? അല്ല, ദിവസം വരുന്നത് ഒരു ബുദ്ധിമുട്ടല്ലേ, അതും ഇത്രയും ദൂരം. ഏയ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവർ വിഷയം മാറ്റിയതാണ്. നല്ല ഭക്ഷണം കിട്ടുമെങ്കിൽ എത്ര ദൂരം വേണമെങ്കിലും ഞാൻ തേടിപ്പോകും. ദൂരം ഒരു പ്രശ്നമേ അല്ല, അല്ലേ കുട്ടികളെ? ആ, അതെ അതെ അതെ. ദേവു പറയാണ്, സച്ചിയേട്ടൻ ഭക്ഷണം കഴിക്കാൻ എല്ലാ ദിവസവും ഇങ്ങോട്ട് വാ. സച്ചിയേട്ടൻ ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത് ചേച്ചി ഇതുപോലെ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കുമല്ലോ. ഞങ്ങൾക്ക് നല്ല സന്തോഷമാണല്ലോ. അപ്പോൾ അമ്മ തോണ്ടിയിട്ട് പറയാണ്, വായടച്ച് കഴിക്കാൻ നോക്കടി. വായടച്ചാൽ എങ്ങനെ ഭക്ഷണം കഴിക്കും അമ്മേ? അത് കേട്ടെല്ലാവരും ചിരിക്കുകയാണ്. അല്ല, സംസാരിക്കാതെ ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കാൻ നോക്ക് എന്നാ പറഞ്ഞത്. ആ, അതെ 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 അതെ, അച്ചമ്മ പറയാറുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ചു കൊണ്ട് കഴിച്ചാൽ ശരീരത്തിൽ പിടിക്കില്ല എന്ന്. ശരീരത്തിൽ പിടിക്കില്ല, അത് ശരിയാണ്. ആ, അതെ അതെ അതെ. ആ, രേവതി, നീയും അമ്മയും കൂടി ഇരിക്ക്. ആ മോനെ, നമ്മൾ പിന്നെ കഴിച്ചോളാം. മോൻ പെട്ടെന്ന് കഴിച്ച് എണീക്ക്. രേവതി, ആ കറി കുറച്ചുകൂടി വെച്ചേ. ആ, പോരെ മോനെ, മതിയായില്ലേ? രേവതി പറയാണ്, അമ്മേ ഉണ്ടാതിരിക്കമ്മേ, വയറ് നിറച്ച് കഴിക്കട്ടെ. ചേട്ടാ, പതിയെ വയറ് നിറച്ച് കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി. ഇതാ കഴിക്ക്. ഞാനങ്ങനെ കഴിക്കത്തുള്ളൂ. പയ്യെ തിന്നാ മുള്ളും തിന്നാ എന്ന് പറയാറില്ലേ? ഞാനതിൻ്റെ മുള്ളും തിന്നിട്ടേ എണീക്കൂ. അമ്മയ്ക്ക് ആദ്യം കയറുകയാണ്. അപ്പോൾ സച്ചി എന്ന് പറഞ്ഞ് എബക്കൊക്കെ ഇടുകയാണ്. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, സച്ചിയേട്ടാ മതിയാ? ആ, മതി മതി. എല്ലാവരും അങ്ങനെ എണീക്കുകയാണ്. അങ്ങനെ സച്ചി കൈ കഴുകാൻ പോയതേ ഉള്ളൂ. രേവതിയുടെ അമ്മ ഞെട്ടലോടെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത ഭാഗം പുതിയ ഭാഗവുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സി യു ഓൾ.